മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ജനങ്ങൾ അവരുടെ ചിന്തകൾ പങ്കുവച്ച ദിവസമായിരുന്നു അത്. കാലാവസ്ഥ വ്യതിയാനവും നമ്മുടെ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഏതൊരാളിനും ആശങ്ക മാത്രമാണ് ഉണ്ടാവുക എന്നതിൽ സംശയമില്ല. കേരളം അതിരൂക്ഷമായ ഒരു വരൾച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വരൾച്ചയ്ക്ക് പരിഹാരമുണ്ടാക്കണം. കൃഷി നശിച്ചു, തൊഴിൽ കുറഞ്ഞു. ഇതിന്റെ എല്ലാം പേരിൽ സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് വലിയ നഷ്ടം ഉണ്ടായി. കഴിഞ്ഞ നവംബർ മാസം മുതൽ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ നിരന്തരമായ അഭ്യർത്ഥനകൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരു സംഘം കേരളത്തിൽ വന്ന് വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച് നാശനഷ്ടം വിലയിരുത്താനുള്ള ശ്രമം നടത്തിയത്. 83-ലാണ് കേരളം ഒരു കൊടിയ വരൾച്ചയെ നേരിട്ടത്. അതിൽ നിന്നും അതിനേക്കാൾ ഭീകരമായ ഒരവസ്ഥയാണ് ഇന്നുള്ളത്. പാലക്കാട്ട് കൃഷി ചെയ്താൽ അവർക്ക് വെള്ളം നൽകാൻ കഴിയുകയില്ല എന്ന് ഏതാനും മാസം മുമ്പ് സർക്കാർ പറഞ്ഞു. കൃഷിയില്ല, കൃഷിക്ക് വെള്ളമില്ല. നമ്മുടെ നാട്ടിലെ ജലസ്രോതസ്സുകൾ എല്ലാം നശിച്ചു. അതെല്ലാം വറ്റി. വരൾച്ചക്കാലത്ത് റവന്യൂ ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാറുണ്ട്. അതിന് പണം മാത്രം പോരാ, ജലസ്രോതസ്സുകളിൽ വെള്ളം കൂടി വേണം. എന്നാൽ ഈ വർഷം എല്ലാ സ്രോതസ്സുകളും വറ്റി വരണ്ടു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മനുഷ്യന് മാത്രമല്ല, കന്നുകാലികൾക്ക് കുടിക്കാൻ വെള്ളമില്ല. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ വന്യമൃഗങ്ങൾ വനാന്തരങ്ങളിൽ നിന്ന് കൃഷിക്കാരുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവർ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ മരിച്ചു. കൃഷി ധാരാളം നശിച്ചു. കാരണം എന്ത്? വനത്തിനുള്ളിലെ ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു. മനുഷ്യനും മൃഗങ്ങൾക്കും അതിന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ ജലസ്രോതസ്സുകൾ ഇല്ലാതാകുന്നത് എങ്ങനെ? ഈ കഴിഞ്ഞ ഏതാനും നാളുകളിൽ പ്രസിദ്ധീകരിച്ച ചില കണക്കുകൾ നമ്മുടെ ഭൂഗർഭ ജലനിലവാരവും ആശങ്കാജനകമായി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് ലഭിച്ച മഴ 64% കുറവ്. ഇത്തരമൊരു സാഹചര്യത്തിലെങ്കിലും പ്രകൃതിയെക്കുറിച്ചും വനങ്ങളെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തെക്കുറിച്ചും നാം ചിന്തിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നാം മുന്നോട്ട് പോകുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചും പ്രകൃതിയെ സ്നേഹിക്കുന്നവരാണ്. മാർക്സും എംഗൽസും അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ വളരെ വ്യക്തമായി ഇതിനെ സംബന്ധിച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. മൂലധനത്തിൽ മാർക്സ് എഴുതി, ഭൂമി ആരുടെയും സ്വകാര്യ സ്വത്തല്ല, ഭൂമുഖത്തുള്ള എല്ലാവരുടെയും പൊതു സ്വത്തുമല്ല.
അതിൽ ജീവിക്കുന്ന നാം താൽക്കാലിക ഗുണഭോക്താക്കൾ മാത്രമാണ്. നല്ല തറവാട്ടുകാരനവരെ പോലെ ഇന്നത്തെ എന്നേക്കുമായി അത് സംരക്ഷിച്ച് ഇന്നത്തേക്കാൾ മെച്ചപ്പെടുത്തി വരും തലമുറയ്ക്ക് കൈമാറുകയാണ് നമ്മുടെ ചുമതല. ഇത് വിശദീകരണം ആവശ്യമില്ലാത്ത ഒരു വാചകമാണ്. ഏതാണ്ട് ഇത് തന്നെയാണ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ചാക്രിക ലേഖനത്തിലും എഴുതിയത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇവിടുത്തെ താൽക്കാലിക താമസക്കാർ മാത്രമാണ്. വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയുടെ ആ ഭൂമി മാറ്റിവെക്കണം, ബാക്കി വെക്കണം, നാം നശിപ്പിച്ചുകൂടാ. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് ഒരുപക്ഷെ നാട്ടുകാർ പലപ്പോഴും വ്യത്യസ്ത ദിശകളിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന ധാരണയുള്ളതുകൊണ്ടാണ് ഈ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മാർക്സിനേക്കാൾ ഏറ്റവും നന്നായി പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ എംഗൽസാണ്. പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആതിരപ്പള്ളിയിൽ വനം നശിപ്പിക്കണം എന്ന് പറയുന്നവർ അവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യണം. ആതിരപ്പള്ളി പദ്ധതി ഞാൻ 1982 നിയമസഭയിലുള്ള കാലം മുതൽ കേൾക്കുന്ന 1982 സ്ഥിതിയല്ല ഇന്ന് 2017. അന്നത്തെ കണക്കനുസരിച്ച് പല പഠനങ്ങളും നടത്തി ചാലക്കുടി പുഴയിൽ വെള്ളമുണ്ട് 163 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ നദികളിലെയും ജലനിരക്ക് കുറഞ്ഞു. ചാലക്കുടി പുഴയിലും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളമില്ല എന്ന് ഈ ചാലക്കുടിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം. അവർക്ക് വലിയ ശാസ്ത്രജ്ഞാനം ഉണ്ടാവുകയില്ല. അവർ ഡോക്ടർമാരോ ഗവേഷകന്മാരോ അല്ല. എന്നാൽ മനുഷ്യന് അറിയാം എന്തായിരുന്നു 30 വർഷം മുമ്പ് ചാലക്കുടി പുഴ ഇപ്പോഴെന്താണ് എന്ന്. അവന്റെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മുടെ വൈദ്യുതി ബോർഡിലെ ഉത്തരവാദികൾക്ക് ഇവിടെ വെള്ളമില്ല എന്ന് കാണാൻ കഴിയാത്തത്? ചാലക്കുടി നദീതടത്തിലെ പഞ്ചായത്തുകളിൽ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഏറെ സജീവമായി ചർച്ച ചെയ്ത പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നത് 25 പഞ്ചായത്തുകളാണ് ഈ മേഖലയിൽ ഉള്ളത്. അവിടുത്തെ ജനപ്രതിനിധികളോട് ചോദിച്ചാൽ ആ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന്റെ പ്രശ്നമറിയാം. ചാലക്കുടി പുഴ ഇവിടുത്തെ കൃഷിയെയും അതുപോലെ തന്നെ കർഷകന്റെയും സഹായിയായിരുന്നു എല്ലാ കാലത്തും. ഇനി ഷോളയാറിൽ നിന്ന് വരുന്ന വെള്ളം നിരവധി ഡാമുകളിലൂടെ തടഞ്ഞു നിർത്തി ഇത് അവസാനമാകുമ്പോൾ എന്താകും? എന്തുമാത്രം വെള്ളമുണ്ടാകും? ഇതിനിടയിൽ തന്നെ തടഞ്ഞു നിർത്തി വേറൊരു സ്ഥലത്തേക്ക് ഒരു ഡൈവേർഷനും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ
ഈ നദിയിൽ വെള്ളമുണ്ട് എന്ന് ആരും പറയാത്ത സാഹചര്യത്തിലും എന്തിനാണ് ഡാം വേണം എന്ന് നിർബന്ധം? വൈദ്യുതി മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, മറ്റ് പാരമ്പര്യേതര ഊർജത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ഒത്തിരി കാശിയലാവും. ഇവിടെ ആതിരപ്പള്ളിയാണെങ്കിൽ വലിയ ആവശ്യമില്ല. അദ്ദേഹം പറയുന്ന കണക്ക് ഇടുക്കിയിലെ ഡാമിന്റെ കാലത്തെ കണക്കാണ്, അതല്ല ഇന്നത്തെ കണക്ക്. ഇടുക്കി ഡാമിൽ നിന്നുണ്ടാകുന്ന ആദ്യകാലത്തുണ്ടായിക്കൊണ്ടിരുന്ന വൈദ്യുതിയുടെ കണക്കാണ് പറയുന്നത്. ആതിരപ്പള്ളിയിൽ ഉണ്ടാകുന്ന വൈദ്യുതിയും ഈ പദ്ധതിക്ക് വേണ്ടി വരുന്ന ചെലവും ഒക്കെ കണക്കാക്കിയിട്ടാണ് SNC ലാവ്ലിൻ കമ്പനി തന്നെ ഈ പ്രോജക്റ്റ് വയബിൾ അല്ല എന്ന് പറഞ്ഞു. എത്ര വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു SNC ലാവ്ലിൻ. ആ പേരിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. അവർ പറഞ്ഞു ഇത് വയബിൾ അല്ല. ഇവിടെ നടത്തിയ പരീക്ഷണങ്ങളിലും പഠനങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞു ഇത് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല. ഒരു ഭാഗത്ത് അതാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ വളരെ വലിയ മാറ്റം ഉണ്ടാകും. ഇവിടെ വൈദ്യുതിയല്ലേ വേണ്ടത്? ആനത്താരകൾ നശിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചില വിദഗ്ധന്മാർ ചോദിക്കാറുണ്ട്. ഈ വനം ആർക്കുള്ളതാണ്? നിങ്ങൾക്ക് കയ്യേറാനുള്ളതാണ്. വനം കയ്യേറ്റത്തിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇടുക്കിയിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വനം ആവാസ വ്യവസ്ഥ ഇത് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. വന്യജീവികൾക്കും പ്രധാനപ്പെട്ടതാണ്. ചാലക്കുടി പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു പഠനം ഞാൻ വായിച്ചു. മത്സ്യസമ്പത്തിന് വലിയ കുറവുണ്ടാക്കുന്നു ഈ ഡാം ഒന്ന്. വേണമെങ്കിൽ പറയാം ഡാം കെട്ടി നിർത്തുന്നു, അപ്പോ വെള്ളമുണ്ടാകുമല്ലോ, അങ്ങനെയാണെങ്കിൽ കുറെ തിലോപ്പിയ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടാ പോരെ എന്ന് ചോദിക്കാം. എന്നാൽ അതല്ല അതിന്റെ ശരി. ഇതൊക്കെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ശാസ്ത്രീയമായ ധാരണയും അറിവും ഒക്കെയുള്ള പ്രഗത്ഭരായ ആളുകൾ നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ എല്ലാ നിഗമനങ്ങളോടും ഞാൻ പൂർണ്ണമായി യോജിക്കുന്ന ആളല്ല. എന്നാൽ പരിസ്ഥിതിയെ സംബന്ധിച്ച്, പശ്ചിമഘട്ട സംരക്ഷണത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും അംഗീകരിക്കപ്പെട്ട രേഖയായി ഇന്ന് രാജ്യം കാണുന്നത്. അതുമൂലമുണ്ടാകുന്ന കൃഷിക്കാരുടെ പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ച് പരിഹരിക്കണമവ എന്ന അഭിപ്രായമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. എന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലും ഒരു കാരണവശാലും ടേക്ക് ഓഫ് ചെയ്യേണ്ടാത്ത ഒരു പദ്ധതിയാണിത് എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവരെക്കാളെല്ലാം എന്തറിവാണ് ഇത് വേണം എന്നുള്ളവർക്കുള്ളത്? അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറഞ്ഞുപോയി, ഇനി അത് നടപ്പിലാക്കിയിട്ട് അടങ്ങും എന്ന വാശിയൊന്നും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രിക ചർച്ച ചെയ്യുന്ന സന്ദർഭം ഈ വിഷയമൊക്കെ അതിനകത്ത് വരികയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും പ്രതിനിധികളടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി ദിവസങ്ങളോളം യോഗം ചേർന്നിട്ടാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത്. സിപിഐഎമ്മിന്റെ സെക്രട്ടേറിയറ്റും കൌൺസിലും 3 ദിവസക്കാലം യോഗം ചേർന്നപ്പോൾ അതിൽ ചർച്ച ചെയ്ത് പ്രധാനപ്പെട്ട രേഖ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയായിരുന്നു. സിപിഐ സംസ്ഥാന കൌൺസിൽ 2 ദിവസക്കാലം യോഗം ചേർന്നപ്പോൾ അവിടെ ചർച്ച ചെയ്ത്
മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച്. അതിനുശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ അവതരിപ്പിച്ച നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് മുന്നണി യോഗത്തിൽ എല്ലാ കക്ഷികളും പങ്കെടുക്കുന്ന യോഗത്തിൽ 5.5 മണിക്കൂർ നേരം ചർച്ച ചെയ്തു. 5.5 മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ പ്രകടന പത്രിക അംഗീകരിച്ചു. കോൺഗ്രസുകാർ പറയുന്ന പോലെ അങ്ങനെ തന്നെ സിന്ദാബാദ് എന്ന് പറയുന്ന മുന്നണിയല്ല ഇത്. അപ്പൊ അതുകൊണ്ട് വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ആതിരപ്പള്ളി എന്നൊരു വാക്ക് ചേർത്തിട്ടില്ല എന്നത് കൊണ്ട് ആതിരപ്പള്ളിക്ക് ഒരു അപമാനവും ഉണ്ടാകുകയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത് ഈ പ്രദേശത്തുള്ളവരെ അവഗണിക്കാൻ ഉദ്ദേശിച്ചില്ല. നിങ്ങൾക്ക് ഈ പ്രകൃതിയും ഈ കാലാവസ്ഥയും സംരക്ഷിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രികയിൽ ആ പദ്ധതി ഉൾപ്പെടുത്താറുള്ളത്. പാരമ്പര്യ ഊർജത്തെ സംബന്ധിച്ച് അതിന് നമ്മുടെ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിനെ സംബന്ധിച്ച് ചെറുകിട പദ്ധതികളെക്കുറിച്ചൊക്കെ നമ്മൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമ്പോഴും ഈ സ്കീം അതിൽ ഉൾപ്പെടുത്താതിരുന്നത് അതിന് യോജിച്ച അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് യോജിപ്പില്ല എന്ന കാര്യം പകൽ പോലെ തിരഞ്ഞെടുപ്പിന്റെ കാലം മുതൽ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ തൊട്ടു മുമ്പ് ഉള്ള സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികൾ സിപിഎമ്മും സിപിഐയും അതിന്റെ പ്രചരണ ജാഥകളുമായി കേരളമൊട്ടാകെ സഞ്ചരിച്ചപ്പോൾ തൃശൂരിൽ വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അന്ന് ഞങ്ങൾ പ്രകടന പത്രികയ്ക്കൊന്നും രൂപം കൊടുത്തിരുന്നില്ല. തൃശൂരിലെ പത്രക്കാർ ചോദിച്ചു, ആതിരപ്പള്ളി പദ്ധതിയെക്കുറിച്ചുള്ള നിലപാടെന്ത് എന്ന് ഞങ്ങളോട് ചോദിച്ചു. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിക്കും സിപിഐ ഇല്ല എന്ന് വ്യക്തമായി. അതുകൊണ്ട് ഇപ്പോ പറയുന്നത് ഞങ്ങൾ എന്തെങ്കിലും തർക്കമുള്ളതുകൊണ്ടോ അതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടുമല്ല, ഞങ്ങൾക്ക് അഭിപ്രായ യോജിപ്പില്ലാത്ത കാര്യമായതുകൊണ്ടാണ് അത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ മന്ത്രിമാർ ആരെങ്കിലും പറയുന്നവർ ആത്മസുഖത്തിനു വേണ്ടി രാവിലെയും വൈകുന്നേരം ആതിരപ്പള്ളി എന്ന് ക്ഷീരബലെ ആവർത്തിക്കുന്നത് പോലെ ആവർത്തിക്കുന്നതിൽ ഞങ്ങളാരും എതിരല്ല. അത് നടത്തിക്കൊള്ളട്ടെ. പക്ഷേ ഈ വനം സംരക്ഷിക്കണം, പ്രകൃതി സംരക്ഷിക്കപ്പെടണം, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഈ കേരളത്തിൽ വൈദ്യുതി പദ്ധതികളെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളിൽ 10%, 15% തീരാനുള്ള പദ്ധതികൾ, ആ പദ്ധതികളിലെ തർക്കങ്ങൾ തീർത്ത് അത് കമ്മീഷൻ ചെയ്താൽ തന്നെ 163നേക്കാൾ കൂടുതൽ കുറഞ്ഞ ചെലവിൽ ഈ കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. അത് പരിശോധിക്കണം. കേരളത്തിൽ ജനങ്ങൾക്ക് വൈദ്യുതി വേണം. നമ്മുടെ വികസനത്തിന്, വ്യവസായത്തിന്, മറ്റെല്ലാത്തിനും വൈദ്യുതി ആവശ്യമാണ്. വ്യവസായത്തിനുള്ള വൈദ്യുതി ഇപ്പോ അതിന്റെ വില കൂട്ടിയത് റെഗുലേറ്ററി അതോറിറ്റി കൂട്ടാൻ തീരുമാനിച്ചതുകൊണ്ട് എഐടിസിയുടെ ജനറൽ സെക്രട്ടറിക്കും പ്രസിഡന്റിനുമെല്ലാം പല മെമ്മോറാണ്ടങ്ങളും വ്യവസായികളുടെ കിട്ടിക്കഴിഞ്ഞു. ഇത് വർഷം ഇത്ര ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടാകും, അപ്പൊ കമ്പനി നഷ്ടത്തിലേക്ക് പോകും, അതുകൊണ്ട് ശമ്പളം കൊടുക്കാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ വ്യവസായത്തെയും നമ്മുടെ കൃഷിയെയും അതിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വൈദ്യുതി വേണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. അത് വനം നശിപ്പിച്ചുകൊണ്ടല്ല, പ്രകൃതിയിൽ തന്നെ ഇത് സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് വളരെ കൂടുതൽ വികസിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ആ മേഖലയിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പാരമ്പര്യേതര ഊർജ പദ്ധതികളിൽ
കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇത് ഇടുക്കി പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന കാലത്ത് ഉള്ള ഒരു അന്തരീക്ഷമല്ല ഇന്നത്തെ. ഞാൻ ഓർക്കുന്നു സഖാവ് എം എൻ ഗോവിന്ദൻ നായർ ഇടുക്കി പദ്ധതി പൂർത്തിയാക്കി രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ഇനി മിച്ച വൈദ്യുതി സംസ്ഥാനത്തിന് പുറത്തോട്ട് കൊടുക്കുന്നത് എങ്ങനെ എന്നതാണ് അന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പൊ എവിടുന്നെല്ലാം നമുക്ക് കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഇടുക്കി പദ്ധതിയുടെ ഭാഗമായി ഗ്രേറ്റർ ഇടുക്കി എന്ന് പറഞ്ഞ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ ഈ ചരിത്രം പറയുന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഫലമായി നിരവധി പദ്ധതികൾ നമ്മൾ മാറ്റിവെച്ചു. ഗ്രേറ്റർ ഇടുക്കി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മൂന്നാർ പട്ടണം മുങ്ങിപ്പോവുക എന്നുള്ളതാണ് എന്നതുകൊണ്ട് അതിനെതിരെ ഉയർന്നു വന്ന ജനകീയ ശബ്ദത്തിന് ചെവി കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് അത് വേണ്ട എന്ന് വെച്ചു. വൈദ്യുതി മന്ത്രി വരുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നായതുകൊണ്ടാണ് ഈ കഥ ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ബാധ്യതയുള്ള ഒരു മുന്നണിയാണ്. കാരണം ഈ മുന്നണിയാണ് ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മുന്നണി എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നാം സമർപ്പിച്ച പ്രകടന പത്രികയിൽ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൽ ഏറ്റിയത്. ആ ജനങ്ങളോടുള്ള ബാധ്യത മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും ഈ സർക്കാരിനോ മുന്നണിക്കോ പോകാൻ പോകുകയും ഇല്ല. അതുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് ആ പ്രശ്നങ്ങൾക്കെല്ലാം രമ്യമായി പരിഹാരമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു മുന്നണിയാണ് ഞങ്ങളുടെ എല്ലാം സങ്കല്പത്തിൽ ഉള്ളത്. പല പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും കഴിയും. പക്ഷേ അത് ഡീഫ്യൂസ് ചെയ്യാനാണ് അല്പം ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നത്. ആ ബുദ്ധി ഉപയോഗിച്ച് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിക്കൊണ്ട് ഇനിയും ശക്തമായി LDF മുന്നോട്ട് പോകും. ആതിരപ്പള്ളി പദ്ധതി പോലെയുള്ള പദ്ധതികൾ പ്രകൃതിക്കും ജനങ്ങൾക്കും ദ്രോഹകരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം. കേന്ദ്ര വനാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ വനാവകാശ നിയമം പാസാകുന്ന സന്ദർഭത്തിൽ തൃശൂർ പാർലമെന്റ് മെമ്പറായിരുന്ന സഖാവ് CK ചന്ദ്രപ്പൻ, ഈ മണ്ഡലമല്ല എന്നത് മാത്രമേ ഉള്ളൂ തൃശൂർ ജില്ലയിലെ മറ്റൊരു ഇപ്പൊ ജയദേവനുള്ള മണ്ഡലത്തിൽ, തൃശൂർ പാർലമെന്റ് മെമ്പറായിരുന്ന സഖാവ് CK ചന്ദ്രപ്പനാണ് ആ നിയമം ആദിവാസികൾക്ക് അനുകൂലമായി ആ നിയമത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ഭേദഗതികൾ അവതരിപ്പിച്ചത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വനത്തിന്റെ ഉടമ സംസ്ഥാന ഗവൺമെന്റല്ല, ഈ മൂപ്പന്റെ സമൂഹമാണ്, കാടർ സമൂഹമാണ് ഇതിന്റെ ഉടമകൾ. അവരെ അടിച്ചു പുറത്താക്കിയിട്ട് ഇവിടെ എന്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്? അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിയിട്ട് ഇവിടെ എന്ത് പദ്ധതിയാണ് വരാൻ പോകുന്നത്? അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രശ്നങ്ങളെ സമീപിക്കുന്നതിന് പകരം യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കാനും അവരിൽ പരിഹാരമുണ്ടാകാനും ഈ ഗവൺമെന്റ് ശ്രമിക്കണം എന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. AYF ആദ്യം മുതലേ ഈ പ്രശ്നത്തിൽ സ്വീകരിച്ച ഒരു നിലപാട് പ്രകൃതി സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന നിലപാടാണ്. ചാലക്കുടിയിലെ കൃഷിക്കാരും ചാലക്കുടിയിലെ സാധാരണ പൌരന്മാരും പുഴ സംരക്ഷിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ
ഇവിടെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ആതിരപ്പള്ളി എന്ന് കേട്ടാൽ വരുന്നത്. ആതിരപ്പള്ളി വാഴ്ചാൽ മേഖലയിലെ ടൂറിസത്തിന്റെ വരുമാനമാണ് ഇവിടെ ഈ കൊച്ചു വ്യാപാരികളെയും വ്യവസായികളെയും സംസ്ഥാന സർക്കാരിനെയും ഒക്കെ നിലനിർത്തുന്നത്. ആ ടൂറിസം സംരക്ഷിക്കാൻ ഒക്കെയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നടക്കാത്ത ഒരു പദ്ധതി, ആദായകരമല്ലാത്ത ഒരു പദ്ധതി അത് നടപ്പിലാക്കാൻ കഴിയും എന്ന് ഉത്തരവാദിത്വപ്പെട്ട ആരും പറയാത്ത ഒരു പദ്ധതി, അതിനെക്കുറിച്ച് ചില എഞ്ചിനീയർമാരുടെ മനസ്സിൽ ചില ധാരണകളുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം അതിന്റെ പുറകെ പോകാൻ പറ്റും. അതുകൊണ്ട് ഈ പദ്ധതി വേണം എന്ന് വാശിയായി പറയുന്ന ആളുകൾ ഈ പൊതുസമൂഹത്തെ കൺവിൻസ് ചെയ്യൂ, ഈ പദ്ധതി നിങ്ങൾക്കാർക്കും ഈ പ്രകൃതിക്കും യാതൊരു തടസ്സവും ഉണ്ടാക്കിയില്ല, ഇന്നത്തേതുപോലെ ഇത് നിലനിൽക്കും. അതവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ചല്ല ജനങ്ങളെ നേരിടേണ്ടത്. അത് സമവായത്തിന്റെ ഭാഷയുണ്ടാക്കി അവരെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടാണ് വേണ്ടത് എന്നതാണ് ഇടതുപക്ഷ സമീപനം. ആ സമീപനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ സമരത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. കമ്മിറ്റി അംഗം സുരേഷ് അതിരപ്പള്ളി സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഉപഹാരം നൽകി ആദരിക്കും.